രാഹുൽ മാങ്കൂട്ടത്തെയും കൊണ്ട് പോലീസ് വാഹനം ഇവിടെ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. നേരെ AR ക്യാമ്പിലേക്കാണ് പോകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ആശുപത്രിക്ക് പുറത്ത് DYFI യുവമോർച്ച പ്രവർത്തകർ തമ്പടിച്ചു നിൽക്കുന്നുണ്ട്. അവരെ കൂടി മറികടന്ന് അവരുടെ പ്രതിരോധം വീണ്ടും ചീമൊട്ടയേറി വരാനുള്ള സാധ്യത പോലീസ് ഉദ്യോഗസ്ഥർ കാണുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വാഹനം അവിടെ നിന്ന് പുറത്തേക്ക് കടക്കുകയാണ്. അതിനു മുമ്പായി തന്നെ പ്രതിഷേധക്കാരെ ഒരളവോളം പോലീസിന് മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. ജനറൽ ആശുപത്രിയുടെ കോമ്പൗണ്ടിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തെയും വഹിച്ചുകൊണ്ടുള്ള വീണ്ടും ചീമൊട്ടയേർ പടപട ചീമൊട്ടയേർ വന്നുകൊണ്ടിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടം ഇരിക്കുന്ന ആ സ്ഥലത്തേക്ക് നിരവധി ചീമുട്ടകൾ DYFI പ്രവർത്തകർ നിന്ന ഭാഗത്ത് നിന്ന് വീണ്ടും എറിയുന്ന കാഴ്ച. അവരെ മറികടന്ന് പോലീസ് വാഹനം ഇവിടെ നിന്ന് പോയി. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പോലീസ് വാഹനത്തിനൊപ്പമുള്ള അകമ്പടി വാഹനങ്ങളാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. റോഡിൽ മുഴുവൻ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. DYFI പ്രവർത്തകർ എറിഞ്ഞ രാഹുൽ മാങ്കൂട്ടം ഇരിക്കുന്ന സീറ്റിൻ്റെ സമീപത്തേക്ക് എറിഞ്ഞ ചീമുട്ടയാണ് ഈ റോഡിൽ ജനറൽ ആശുപത്രിയുടെ മുമ്പിൽ കിടക്കുന്നത്. വലിയ തോതിലുള്ള ഒരു ചീമട്ട ഏറാണ് DYFI പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇവിടെ DYFI പ്രവർത്തകർ തമ്പടിച്ചു നിൽക്കുന്നു. പക്ഷേ അതൊക്കെ മറികടന്ന് പോലീസ് സുരക്ഷ ഒരുക്കി രാഹുൽ മാങ്കൂട്ടത്തെ ഇവിടെ നിന്ന് AR ക്യാമ്പിലേക്കാണ് എന്ന് കരുതണം ഇവിടെ നിന്ന് കൊണ്ടുപോയിരിക്കുകയാണ്. DYFI പ്രവർത്തകർ ഇവിടെ തമ്പടിച്ചു നിൽക്കുന്നു. ചീമുട്ടയായിരുന്നല്ല പ്രധാന ആയുധം. ചീമുട്ട ശക്തമായ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇവിടുത്തെ DYFIയും SFI ഉൾപ്പെടെയുള്ള പ്രവർത്തകർ കാണിച്ചത്. ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തും. രാഹുൽ മാങ്കൂട്ടം ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്തൊക്കെ പറഞ്ഞു, ഒരു ജനപ്രതിനിധി ആയിക്കൊണ്ട് ജനങ്ങളെ സംരക്ഷിക്കേണ്ട ഒരു വ്യക്തിയാണ്. ആ വ്യക്തി തന്നെ സ്ത്രീകളെ സംരക്ഷിക്കേണ്ടതിന് പകരം നിരന്തരം ഇങ്ങനെ പീഡനങ്ങൾക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുമ്പോൾ എന്ത് മാന്യതയാണ് ആ വ്യക്തിക്കുള്ളത്? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. മഹിളാ കോൺഗ്രസിന്റെ ഒറ്റ വനിതാ പ്രവർത്തകർ പോലും ഇതിനെതിരെ ശബ്ദമുയർത്തുന്നില്ല. എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്? ഇതുപോലുള്ള പീഡന വീരന്മാരെ വളർത്തിക്കൊണ്ടുവരുന്ന പ്രസ്ഥാനമാണോ കോൺഗ്രസ് എന്ന് ഇത് നമ്മുടെ ഇത് ഓരോ വാർത്തയും കണ്ടു നമ്മൾ പഠിക്കേണ്ടതാണ്. എന്താണ് മഹിളാ കോൺഗ്രസുകൾ പ്രവർത്തിക്കുന്നതെന്നുള്ളത്. ഒരു വനിത പോലും ഇത്തരത്തിലൊരു സ്ത്രീക്ക് ഇങ്ങനെ ഒരു പ്രതിഷേധം ഉണ്ടായിട്ട് പോലും ഒരു വാക്കുന്നയിക്കാൻ പോലും സ്ത്രീകൾ തയ്യാറാകുന്നില്ല. ആശുപത്രിയിൽ നിന്ന് കൊണ്ടുപോയിരിക്കുകയാണ്. ചീമുട്ടയടക്കം വലിയ പ്രതിഷേധമാണ് രാഹുലിനെ കൊണ്ടുപോകുമ്പോൾ ഉണ്ടായത്. ഇപ്പോൾ AR ക്യാമ്പിലേക്കാണ് കൊണ്ടുപോയതെന്നാണ് കരുതുന്നത്. റഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകിയത്.